ചായ ഉണ്ടാവും. പിന്നെ കോഫി കണ്ടെന്ന് ചോദിച്ചാൽ ചായ ഉണ്ടാവും. എന്തൊക്കെയുള്ള സുഖിയൻ തിന്നു. റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളം. കിഡിലൻ സ്പോട്ട്. ഈ ഒരു സ്ഥലമാണ് നമ്മൾ കുറേ റീലിലൊക്കെ കാണുന്നുണ്ട്. ഇവിടെയല്ല കാണുന്നത്. ഇപ്പുറം ഒരു പാലമുണ്ട്. ഇതിലെങ്ങനെ ബസ് വരുന്നതൊക്കെ കുറേ പേരെ റീലുണ്ട്. ചൈൽഡിനെ ചൈൽഡ് ലോക്കൊക്കെ ഇട്ട് കയറ്റണമെന്നില്ല. ഇവിടെ രാവിലെ വരണമായിരുന്നില്ലേ? മഞ്ഞ കാണായിരുന്നു. നാച്ചുറൽ ഇഷ്ടമല്ല അല്ലേ? അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്നു. ടാറ്റ കൊടുക്കും. അതിൽ നോക്കിയിട്ട് പോകാനായിട്ടുണ്ടാവും. ചോദിച്ചു പോയിട്ട്. ഇത് ബാലവാടിയാണോ? പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്തോ. ഇതിങ്ങനെ അല്ലായിരുന്നു ആദ്യം. ഇവിടെ മൊത്തം ഭയങ്കര ഇരുണ്ട് കിടക്കുമായിരുന്നു ഇങ്ങോട്ട് കയറുമ്പോൾ. നമ്മളെവിടെയോ പോയപ്പോൾ കണ്ടായിരുന്നു. അവനെന്തോ പ്രാന്ത് കളിച്ചിട്ട് ചായ ഉണ്ടാവും. പിന്നെ കോഫി കണ്ടെന്ന് ചോദിച്ചാൽ ചായ ഉണ്ടാവും. ഇതിനകത്ത് എന്താ കമ്പിളിപ്പുഴു ഇതിനകത്തിട്ട് കയറി നോക്കാൻ പോവാണ്. ഇതിനകത്ത് കോഫി ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പോയി നോക്കട്ടെ എന്താ ഉള്ളതെന്ന്. പൂക്കളൊന്നും പറിക്കാൻ പാടില്ല. നൈസായിട്ട് കയറി വന്ന് ഇറങ്ങി പൊക്കോണം. ഒന്നും നശിപ്പിക്കരുത്. ഇവിടെയാണ് മറ്റേ ആമ്പൽക്കുളം ഉണ്ടായിരുന്നത്. പാഞ്ഞു പോ. അതിലെ പോകാൻ പറ്റും. അതിലൊക്കെ പോയി നടന്നിട്ട് വാ. ചെല്ല്. അവിടെ വരെ പോവും. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. കാര്യം പോയി ഇങ്ങനെ പോകും. കണ്ടു തീർന്ന് പിടിക്കൂല അതിനകത്ത്. എന്തൊക്കെയുള്ള ഉണ്ടപ്പുട്ട്? കറിയോ? ചിക്കൻ കറി തിളച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ? ഉച്ചയ്ക്ക് ഫുഡുണ്ടാവും ഇവിടെ? ഇവിടെ കട്ടൻ കാപ്പി. ഞങ്ങൾ അവിടേക്ക് നടന്നിട്ട് വരാം. കമാൺ. എങ്ങനെയുണ്ട് ഗാർഡൻ? എങ്ങനെയുണ്ട്? ഇതിനകത്ത് ഫുള്ള് എന്താ? ഇതെന്താടി പൂവ്? ഇത് പൂക്കളാ? വാടാമല്ലി. അതൊക്കെയോ? മഞ്ഞപ്പൂവ്. മഞ്ഞപ്പൂവ്. എടാ ഇത് വേറെ കളറുള്ള വാടാമല്ലി. പറിച്ചോ? കൊണ്ടേ നടാം. അയ്യോ മാടം. പൂമ്പാറ്റ. പൂമ്പാറ്റ. ചെറിയൊരു കുളം.
കൊള്ളാമല്ലോ. അതെ അതെ. ഊഞ്ഞാൽ കയറി നാടും നോക്കട്ടെ. അതിനെന്താ, ഞാൻ ആടാലോ. അങ്ങോട്ട് തിരിഞ്ഞില്ലേ? ഇങ്ങോട്ടാ? ആ ഫൈൻ. ഇല്ല ഇല്ല പൊട്ടൂല. പൊട്ടണായിരുന്നു. കണ്ടെത്തി പോലെ. കാറ്റൂടെ വേണമായിരുന്നു അല്ലേ? നല്ല സുഖമുണ്ട്. ഊഞ്ഞാൽ. അവിടുന്ന് ചായ അല്ലല്ലോ, കോഫിയല്ലേ പറഞ്ഞേ? കോഫി പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അവർ. അവിടുന്ന് താണ്ട ഇവിടെ കൊണ്ടുവന്ന് തന്നു. ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാം. കോഫി വിത്ത് സുഖിയൻ. ഇല്ലല്ല, സൂപ്പർ കാപ്പി. അവള് കാപ്പി മേടിച്ചിട്ടില്ല, അത് കാരണം അവള് കാപ്പി കുടിക്കാണ്ട് നിന്നോളാ. എന്ത് കാപ്പി ഇഷ്ടല്ലേ? ആന്നല്ല, അവളുടെ വീട്ടിൽ കാപ്പി ഉണ്ട്. നിൽക്കുന്നതിന് മുകളിൽ ഹട്ടൊക്കെ പോലത്തെ സാധനമുണ്ട്. ഒരു ഹട്ടിന് 5000 രൂപ പറഞ്ഞേ ഒരു ദിവസത്തേക്ക്. ഇതിനെത്ര രൂപ പറഞ്ഞേ? ചോദിച്ചില്ല. കോഫിക്ക് 12 രൂപ കാണാൻ തോന്നുന്നു. പോയാലേ അടിപൊളിയല്ലേ? വയലിൻ്റെ സൈഡിലിരുന്ന് മറ്റേ എന്താ ഹട്ടോ, വെയിലായിപ്പോയി. സുഖിയൻ തിന്നു. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്ഥലം. നീ എങ്ങോട്ടാണ് പോകുന്നത്? അടുത്ത സ്ഥലത്തേക്ക് ഇനി പോവാണ്. ഇവിടെ ഫുള്ള് പാഷൻ ഫ്രൂട്ട്. വെയിലുള്ള സമയത്തല്ലല്ലോ ഇവിടെ വരണ്ടേ. അടിപൊളിയായിരിക്കും. പോട്ടെ. എടാ, ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് ബൈരക്കുപ്പ. മരക്കടവ് എന്തായിരുന്നു? അല്ലല്ലോ, എന്തായിരുന്നു? വണ്ടിക്ക് നമ്പറൊക്കെ ഉണ്ട്, KL 13 എന്നൊക്കെ.
ആര് അല്ല മണിയൊക്കെ സെറ്റ് ചെയ്തത് എവിടെയാ? ആ അക്കരയ്ക്ക് പോയിട്ട് വരാമായിരുന്നു. സൗണ്ട് അടിക്കൊന്നും വേണ്ട. നോക്കിക്കോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെ നല്ല തെളിഞ്ഞ് പച്ച നീല അതും വൈകുന്നേരം അവിടെ നിന്നല്ലേ സണ്ണ് ആ സമയത്ത് നല്ല രസമാണ്. അധികം കവിഞ്ഞ തന്നെയാണ് കുറുവദ്വീപം കൂടൽക്കടവ് ഇത് തന്നെ അവസ്ഥ. ഇത് വേറെ എന്തോ ഒരു സ്ഥലം എന്തായിരുന്നു? ആ പനവല്ലി. പനവല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ ഒരു പാലമുണ്ട്, അടിപൊളി പാലമാണ്. എന്തൊക്കെ ഉള്ളിലോട്ടൊക്കെ കയറുന്നുണ്ട്. ഓണത്തക്കിളി ഓണത്തക്കിളി ഇല്ല. ആണോ ആണോ എന്താ പാട്? വെയിൽ വന്നു. ഇത് ഇവിടെ കാളന്തി നദിയാണ് ഈ കാണുന്നത്. അടിപൊളിയാണ്. ഇവിടെ പുറകിലൊരു മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റപ്പ് സ്ഥലം, അടിപൊളി സ്ഥലം. ഫുള്ള് ഈ ഒരു പുല്ല്, ഈ സാധനം ശരിയല്ല. വൈകുന്നേരമൊക്കെ വന്നിട്ട് ഈസി ആയിട്ടല്ല, റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളം. കിടിലൻ സ്പോട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ പോകാൻ പറ്റും. നടക്കാനുണ്ട് ഇങ്ങനെ കുറേ. നടന്ന് പോവുക. ഉരുളൻ കല്ലുകളാണ് ഇവിടെ മൊത്തം. പോയി നോക്കട്ടെ, ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല, അപ്പം താഴെ നോക്കി നടക്കുന്നത്.
ഇവിടേക്കൊക്കെ എന്താ സ്ഥിതി എന്നറിയില്ല, പോയി നോക്കിയിട്ട് തരാം. നൈസാണ്. പുറകെ കാണുന്നതാണ് ബ്രഹ്മഗിരി മലകൾ. അവിടേക്ക് ശരിക്കും ട്രെക്കിംഗ് ഉണ്ട്. ഇപ്പോൾ കണ്ടോ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഇതിലെവിടെ ഏത് മലേൻ്റെ എവിടെയാണ് കയറുന്നതെന്ന് കറക്റ്റ് അറിയില്ല, എന്നാലും ഇങ്ങനെ പടർന്ന് കിടക്കുവാണ് ഇവിടെ. അടിപൊളിയാണ്. അവിടെ നിന്നാണ് ഇത് ഉത്ഭവിച്ച് വരുന്നതെന്ന് തോന്നുന്നത്. കാളന്തി നദി.